ആണോളിയാ? എന്നിട്ടിപ്പോ എവിടായി? ഇവിടെ എത്തിയാ? പോര് പോര്. ഞാൻ ജസ്റ്റ് ഇവിടെ പുറത്തിറങ്ങിയെന്ന് അത്രേ ഉള്ളൂ. ശരി ശരി, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കഞ്ഞി നമുക്ക് സെറ്റാക്കാം. ശരി ശരി. എന്താ മോനെ, നീ വിളിച്ചോ? ഞാൻ എന്നാ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ എത്തിയെന്ന്. സമാധാനമായി. ഇവിടുന്ന് പോക്ക് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അഡ്മിറ്റ് ചെയ്യുമായിരിക്കും എന്ന്. ഇല്ല, ഡ്രിപ്പ് ഒന്നും ഇട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും ചേച്ചിയുടെ കാര്യം എങ്ങനെയാന്ന്, ചെറിയ എന്തെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ ടക്കനെ അങ്ങ് വീഴും. ഒന്ന് പോടാ അവിടുന്ന്. അവക്കേ എന്തെങ്കിലും അസുഖം വന്നാൽ ഭയങ്കര പേടിയാ. ഈ സംസാരം മാത്രമേ ഉള്ളടാ, ആള് പാവുക. നമ്മളെന്ന് വെച്ചാലേ അവൾക്ക് ജീവനാ. നമ്മളെ ഓർത്തല്ലയോ അവളിവിടെ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുന്നേ. അല്ലെങ്കിൽ അവൾക്ക് കുഴിപ്പള്ളത്ത് പോയി നിന്നാൽ പോരായിരുന്നോ? കാര്യം എന്താ പറഞ്ഞാലും സിദ്ധു ഒരു പാവമായതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നു. അതുകൊണ്ട് നീ ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് പറയാൻ നിൽക്കല്ലേ. ഞാൻ എന്താ പറഞ്ഞെന്ന്? അമ്മൂമ്മ ആവശ്യമില്ലാത്തൊന്നും പറയല്ലോ കേട്ടോ. ചേച്ചി എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ മുത്തല്ലേ. മാത്രമല്ല ചേച്ചിക്ക് ഞാനെന്ന് പറഞ്ഞ ഭയങ്കര കാര്യം. അത് നീ മുതലാക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുതലാക്കാന്ന് പറഞ്ഞ ആര് മുതലാക്കായി? അമ്മൂമ്മ അതെന്റെ ചേച്ചിയാണ്. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്റെ ചേച്ചി അവിടെ കാണും. അതേപോലെ ചേച്ചിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനല്ലേ ഉള്ളൂ. ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ചേച്ചിന്റെ സിദ്ധു ഉണ്ട്. ചേച്ചിന്റെ സിന്ധു ഇപ്പോഴല്ലേ വന്നത്? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ, ഞാൻ ചുമ്മാ ഫണ്ണിന് പറഞ്ഞല്ലേ. അളിയൻ നമ്മുടെ ചങ്കല്ലേ, ചങ്കിടിപ്പാണ് അളിയൻ. മതി. ഡോക്ടർ എന്താ പറഞ്ഞു മോനെ? ഡ്രിപ്പ് ഇട്ടു. ഇവിടെ ഇന്നലെ മഴ നനഞ്ഞിരുന്നല്ലോ. മാത്രമല്ല കാര്യമായിട്ടൊന്നും കഴിച്ചുമില്ല. ഉള്ളിൽ നല്ല പനി കിടപ്പുണ്ട്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ മരുന്ന് കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു മരുന്നും തന്നിട്ടുണ്ട്. അമ്മൂമ്മ ഇന്ന് കഞ്ഞി കൊടുത്താൽ മതി. കഞ്ഞി കൊടുത്തിട്ട് ഈ മരുന്നുകൾ കൊടുക്കണം, കേട്ടല്ലോ? മക്കളെ എന്നാ റൂമിൽ പോയി കിടക്കുക. അമ്മൂമ്മ കഞ്ഞി എടുത്തോണ്ട് വരാം. അനക്കൊന്നും ഇല്ലല്ലോ. ഇത്രയും വയ്യെങ്കിൽ പിന്നെ നിന്നെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തോളായിരുന്നോ? എടാ ഡോക്ടർ പറഞ്ഞത് അഡ്മിറ്റ് ആവാനാ. പക്ഷെ ലച്ചു സമ്മതിക്കണ്ടേ? ഇങ്ങോട്ട് വരണോ എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമായിരുന്നു. മക്കളെ മിക്കവാറും ഇഞ്ചക്ഷൻ കിട്ടുന്നുള്ള പേടി കാരണമായിരിക്കും കേട്ടോ അഡ്മിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. ട്രിപ്പ് ഇട്ടെന്നല്ലേ പറഞ്ഞു? ഡ്രിപ്പ് ഒക്കെ ഇട്ടാ ഇവളുടെ ശരീരത്തെ ബ്ലഡ് കൗണ്ട് വളരെ കുറവാ. ഹീമോഗ്ലോബിൻ ഒന്നും ഇല്ലെന്നാ പറഞ്ഞേ. അതാ ശരീരമൊക്കെ തണുത്ത് ഇരിക്കുവോ അങ്ങ്. അമ്മൂമ്മ പോഷകാഹാരമൊക്കെ കൊടുക്കണം, എന്നാലേ ഇങ്ങനെ രക്തമൊക്കെ ചാടി കിടക്കത്തുള്ളൂ. എന്റെ പൊന്നു മോനെ കൊടുക്കാഞ്ഞിട്ടാന്നോ? ഈ കൊച്ചു കഴിക്കണ്ടേ വല്ലോ. മക്കളെ അമ്മൂമ്മ കഞ്ഞി എടുക്കട്ടെ. മക്കളെ കഞ്ഞി എടുക്കട്ടേന്ന്. കേശുവാ കഞ്ഞി, ഞാനല്ല. നീയാ കഞ്ഞിയെന്ന്. എന്തോ കളിയത്? എടാ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ പിച്ചും പേയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഒന്നുമില്ല, ഭക്ഷണം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും എല്ലാം ഓക്കെയോ. ബാ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇനി ഉറങ്ങാം. കിടക്കുമല്ലേ, ശല്യപ്പെടുത്താതെ പോവാം. ഇതാണ് ലച്ചൂസേ, നമ്മളിപ്പോ ബെഡ്റൂമിലല്ല, നീ സിറ്റ് ഔട്ടിലായിരിക്കുന്നേ. ബാ എണീക്ക്. പോട്ട് നേരെ കൊണ്ടോ. അടുത്ത വായുന്നതിലും കണ്ണന്തിലും വരുന്നതിലും കൊണ്ടുപോയി കിടത്ത്. പിന്നെ അല്ലാതെ പിന്നെ ഇപ്പൊ ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും കോഴി കിടക്കപ്പുറത്തില്ലെന്ന് പറയുന്ന പോലെ കഞ്ഞിയാണ് പോലും. കഞ്ഞി അല്ലേ? ഞാൻ കഞ്ഞിയാണെന്നല്ലേ ചേട്ടാ? അമ്മൂമ്മക്ക് നാളെ എവിടെ പോണെന്ന് പറഞ്ഞേ? പടവലത്ത് പോണം. പടവലത്താ? എന്റെ പൊന്നമ്മൂമ്മേ, നാളെ ബസ് കയറി പോയാൽ മതി ഒറ്റയ്ക്ക്. കഞ്ഞിയാണ് പോലും കഞ്ഞി. മോനെ നീ കഞ്ഞിയല്ലടാ, നീ ബിരിയാണിയാടാ. ലച്ചൂസേ, അമ്മൂമ്മേ ഇപ്പൊ കഞ്ഞിയായിട്ട് വരും. കഞ്ഞി കുടിച്ചിട്ട് വീണ്ടും ഉറങ്ങിക്കോ, കേട്ടോ? അമ്മൂമ്മ കഞ്ഞി കുടിച്ചോ? കൊള്ളാം.
അളിയ ചേച്ചിക്ക് എങ്ങനെയുണ്ട്? പനി കുറവുണ്ടോ? ഇച്ചിരി കുറവുണ്ട്. കുറവൊക്കെ ഉണ്ട്. ലച്ചുവേ, ലച്ചു എണീക്ക്, കഞ്ഞി കുടിക്കാം. ചേച്ചി സുഖാണോ? ലച്ചു, ലച്ചുവേ എണീക്ക്, കഞ്ഞി കുടിക്കാം. ഒന്നും കഴിച്ചില്ല ഇതുവരെ. ഭക്ഷണം കഴിക്കാത്തതാണ് പ്രശ്നം. കല്യാണം കഴിച്ചതോ പ്രശ്നം? കല്യാണം കഴിച്ചാ പ്രശ്നമെന്നോ? എന്താ ഇങ്ങനെ പറഞ്ഞപ്പോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ പിച്ചമ്പയും പറഞ്ഞായിരിക്കും. ആയിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നതേ ഉള്ളീന്ന് വന്നതാന്ന. ചുമ്മാ ഇരി പാറു. പാറൂസേ, നീ അപ്പുറത്തോ ഇരുന്നോ? ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ചേച്ചിയുടെ പനി പിടിക്കും. ചെല്ല്. അളിയ അതൊന്നും കുഴപ്പമില്ല. പനി പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ. അല്ല അളിയ, ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാന്ന് പറയായിരുന്നു. ചേച്ചേ. ആഹാ, ഇതുവരെ എഴുന്നേറ്റില്ലയോ? നല്ല ഉറക്ക. മക്കളെ മക്കളെ, ലച്ചുവേ മോനെ എഴുന്നേറ്റേ. രണ്ട് അമ്മൂമ്മ കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്. ലച്ചു, நான் உனக்கு ஊட்டி விடுறேன்ப்பா. ആന്റി വീട്ടിൽ പോക്കോ? ആന്റിയോടെ ഊട്ടി പോയിട്ട് വരാൻ പറഞ്ഞടാ. ஐயோ, அதுக்கு இப்ப போக முடியாது. காய்ச்சல் எல்லாம் மாறிட்டு நம்ம எல்லாருமா சேர்ந்து ஒன்னா போலாம். சொல்ல ലച്ചുവേ, ലച്ചു കഴിക്ക്. ലച്ചു എണീക്ക്. എന്താ എന്താ ഒരു കൂട്ടോടെ? നമ്മൾ എണീക്കണമില്ല, ഒന്നും കഴിക്കണമില്ല. ഒരാളെ കഴിപ്പിക്കാൻ വേണ്ടി ഇത്രയും പേരോ? മര്യാദക്ക് ഡോക്ടർ പറഞ്ഞത് അവിടെ അഡ്മിറ്റ് ആവാൻ. ഇവളുടെ വാശികാരൻ ഇപ്പൊ അനുഭവിക്കുന്നത് നമ്മളെല്ലാരും. ചേട്ടാ, ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. പറയുന്നതിന് ഒരു ബന്ധവും ഇല്ല. അതിപ്പോ പണ്ട് പോലെ പറയുന്നതിനൊന്നും ഒരു ബന്ധമില്ലല്ലോ. ഒന്ന് ചുമ്മാ ഇരടാ. ചിലർക്ക് അങ്ങനെ പനി കൂടിയാലേ പിച്ചും പേയും ഒക്കെ പറയും. ഇത് അതൊന്നും അല്ല, അതിലും കൂടല. പടം വരച്ചോണ്ടിരിക്കാതെ പഠിക്കോ അച്ഛേ? ഞാൻ എപ്പോഴാ പടം വരച്ചേ? അത് നീ എപ്പോഴാ പഠിച്ചേ? ചേച്ചി എണീറ്റ് കഞ്ഞി കുടി. ചേച്ചി ഇങ്ങനെ കഞ്ഞി കുടിക്കായിരുന്നു നമുക്ക് സങ്കടാവൂലേ? നീ പോയി സന്തോഷിക്ക്. ഞാൻ എന്തിനു സന്തോഷിക്കണേ? മെർലിൻ പോയേന്. മെർലിൻ പോയാലും ഞാൻ സന്തോഷിക്കാനാ? അത് കറക്റ്റാണ് ചേച്ചി പറഞ്ഞത്. മെർലിൻ ചേച്ചി പോയതിന് സന്തോഷം മാത്രമേ കാണുന്നുള്ളൂ, വിഷമമൊന്നും കാണുന്നില്ല. ഞാനേ ഞാൻ ഓ അയ്യാതെ നടക്കുന്നോണ്ട് നമ്മളൊന്നും പറയാൻ പാടില്ലായിരിക്കും അല്ലേ? അയ്യെങ്കിലും എന്താ നാക്കിനൊരു കുറവില്ലല്ലോ. ഞാൻ പോണേ. ഞാൻ ഇവിടെ നേവലെ ചെയ്തു കുഞ്ഞേ. ലച്ചുവേ, ലച്ചു 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 കഞ്ഞി കുടിക്ക്. കഞ്ഞി വേണ്ട, പായസം മതി. ആ, ലിച്ചൂസിന് കഞ്ഞി വേണ്ട, പായസം മതി എന്നാ പറയണേ. കഞ്ഞി വേണ്ട, പായസം മതി. പായസം കൊടുക്ക്. ലച്ചു പായസം കുടിക്ക്. പായസം പാറൂന്ന് കൊടുക്ക്. പാറു ഇന്ന് തന്നെ പായസം വെച്ച് കൊടുക്കണോന്നാ പറഞ്ഞു. പാറു പോ. പോ പാറു. വേണ്ട. പോ. പോന്ന്. പൊക്കോ. മതി മതി. പൊക്കോ. ലച്ചു, പായസം പാറുന് കൊടുക്കാം. ഇപ്പം കുറച്ച് പായസം മക്കള് കഴി. എണീക്ക്. അമ്മായിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ലല്ലോ. അമ്മായി ശർക്കര പോ. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. പോണോ? മക്കളെ, ഇനിയിപ്പോൾ ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങട്ടെ, പിന്നെ എണീക്കുമ്പോൾ കൊടുത്താൽ മതി. അമ്മൂമ്മ കഞ്ഞി അവിടെ വെച്ചേക്ക്, ഞാൻ കുടിച്ചോളാം. അല്ല, ഞാൻ എണീക്കുമ്പോ കഞ്ഞി കൊടുത്തോളാം. എന്നാ അല്ല, അവിടെ വെച്ചാൽ മതി. ലച്ചൂസേ, ലച്ചു. സിദ്ധു സിദ്ധു ലച്ചു. ഇവിടെ വന്ന് കിടക്കണം.
പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. പനിയില്ല, കിടക്കട്ടെ. നഴ്സ് പോയല്ലോ. നേഴ്സാ? ആ, ഞാൻ നേഴ്സായിരുന്നല്ല, മറന്നുപോയി. ലച്ചുവേ, എടാ നീ ഉറങ്ങിയില്ലേ? ലച്ചു മരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാതെ കിടക്കരുത്. ഉറങ്ങാട്ടാ കേട്ടാ? നഴ്സ് അപ്പോഴെ തിരിച്ച് ഗൾഫിൽ പോണേ. ഗൾഫിലൊന്നും പോകാൻ പറ്റിയ സാഹചര്യം അല്ല എന്റെ ലച്ചുവേ. കിടക്ക്. അതെ, എന്തായി അവിടെ? ഇതുവരെയായിട്ടും ബോധമൊന്നും തെളിഞ്ഞില്ലേ? നേരെ സംസാരിക്കാനുള്ള രീതിയിലായില്ലയോ? കുറെ നേരം ആയല്ലേ തത്തൂത്തി കിടക്കണ്. ഇവന്റെ വൃത്തികെട്ട സംസാരം കാരണം ആ പാവം കൊച്ചി UK പറഞ്ഞേ. UK അല്ല ലച്ചു, US. ചിലപ്പോ പോയിട്ടുണ്ടാവില്ലായിരിക്കും. ഇവനെ പേടിച്ച് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ച് ജീവിക്കുകയായിരിക്കും. ഞാൻ വെല്ലം വിളിച്ചാൻ പറയാൻ കേട്ടാ. എന്തിന് വയ്യായി? ഇനി വയ്യായി ഒന്നുമില്ല. വയ്യാടങ്ങാണ് സംസാരിക്കുന്ന രീതിയാണ് അത്. ഞാൻ കൊണ്ടല്ല കാല വരെ നീ എന്തിനാ തള്ളിക്കറി ഇങ്ങോട്ട് വന്നേ? ആ കൊച്ചു വയ്യാതെ കിടക്കുമല്ലയോ? ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനൊന്നും പറയല്ല കേട്ടാ. വയ്യാതെ കൊച്ചു സംസാരിക്കണ സംസാരിച്ചേക്കണേ. ഞാൻ സംസാരിക്കും. ഇവൻ പടവലത്തെ തേങ്ങയും കൊലയൊക്കെ വിറ്റ് നാട്ടുകാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. നീ പടവലത്തെ തേങ്ങയും കൊലയൊക്കെ വിറ്റാ? ഏത് തേങ്ങയും കൊലയും? പിന്നെ തേങ്ങ കൊല, ചെറിയ കൊല, പാളയംകോടന്റെ കൊല. അത് എന്തോ മറ്റേ അണ്ണാനും കിളിയെല്ലാം അവിടെ ചപ്പിയും കുത്തിയൊക്കെ ഇട്ടിരുന്ന സാധനം. 2 അവിടെ കിടന്ന് ഞാൻ ഒടിഞ്ഞു കിടന്ന് എടുത്ത് കൊടുത്ത് പൈസ ഒന്നും കിട്ടിയൊന്നുമില്ല. പിന്നെ തേങ്ങ 4 തേങ്ങ അവിടെ കിടന്ന്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി വന്ന് ചോദിച്ചു, മോനെ വീട്ടിൽ ചമ്മന്തി അരയ്ക്കാൻ തേങ്ങയില്ല, 2 തേങ്ങ കിടന്ന് ചോദിച്ചപ്പോൾ ഞാൻ എടുത്തും കൊടുത്ത്. പിന്നെ പുള്ളിക്കാരി ഈ ബാർട്ടർ സിസ്റ്റം. വാട്ടർ സിസ്റ്റത്തിൽ പുള്ളിക്കാരി പച്ചക്കറി വന്നാ? ഇല്ല, പൈസ വന്നു. അമ്മൂമ്മ സൂക്ഷിച്ചോ. ഇവൻ പടവലത്തെ ആധാരം എടുത്ത് വെക്കും, എന്നിട്ട് അമ്മൂമ്മനെ ചവിട്ടി പുറത്താക്കും. ഇത് ബോധമില്ലാത്തല്ല, ഇത് മനഃപൂർവ്വമാണ്. ഇത് പിച്ചും പെയ്യും പറയുന്നതല്ല. ഇത് എന്നെ കരിവാരി തേക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയണാണ്. ലച്ചുമോളെ, ലച്ചുമോളെ, ലച്ചുവേ, നല്ല ഉറക്കത്തില്ല, ഉള്ളീന്ന് വന്നു. ഞാൻ ലച്ചു, ചേച്ചി ഭയങ്കര ഉറക്കം നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ. ഉറങ്ങി എണീക്കുമ്പോഴേ ചേച്ചിയുടെ എല്ലാ അസുഖവും മാറും. അസുഖം മാറിയില്ലെങ്കിലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും. എന്നിട്ടേ നമുക്ക് 2 ഇഞ്ചക്ഷൻ എടുക്കാം. എങ്ങനെയുണ്ട്? അല്ലെങ്കിലേ ഇവിടെ കിടന്ന് പിച്ചും പെയ്യും പറയും, നമുക്ക് നാണക്കേടാ. നമ്മളെക്കാൾ കൂടുതൽ നാണം കെടാൻ പോകുന്ന ആരാന്നറിയോ? ഞാൻ നാണം കെട്ടത്? നാണം കെടാനൊന്നും പോകുന്നില്ല. അമ്മൂമ്മ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ എടുത്ത് വിറ്റതും കൊല എടുത്ത് വിറ്റതും ഒക്കെ. എന്റെ അളിയിലെ ചുമ്മാ തേങ്ങാക്കളതൊന്നും വിളിക്കരുത് കേട്ടോ. അവൻ പുണ്യാത്മാവ് അല്ലേ? അങ്ങനെ വിളിച്ചില്ലല്ലോ. അല്ല, അങ്ങനെ വിളിച്ചാലോന്ന് പുറത്ത് പറഞ്ഞതാ. അല്ലാതെ മാത്രമല്ല, 2 തേങ്ങ എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ഉടനെ എടുത്ത് അങ്ങനെ തേങ്ങ കള്ളനാവും. പിന്നെ അപ്പൊ കൊല എടുത്ത് വിറ്റതാ? കൊലയും തേങ്ങയും എന്തേ? നിന്റെ പഠിത്ത കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ ആണെങ്കിൽ ഒന്നും പറയില്ലേ അളിയ? അളിയന്റെ ഗൾഫിലെ കാര്യം കൂടെ കുറച്ച് പറഞ്ഞായിരുന്നേ കൊള്ളായിരുന്നു, കേക്കായിരുന്നു. ചുമ്മാ പണി മേടിച്ച് തരല്ലടാ. അതിനൊരു ഐഡിയ ഉണ്ട്. ചേച്ചി എടുത്ത് എന്നിട്ട് ഗൾഫ് എന്ന് പറഞ്ഞാൽ മതി, അളിയന്റെ കാര്യങ്ങൾ തന്നെ ഇങ്ങ് പോന്നു. മാറൂസേ, ഇടയ്ക്കൊക്കെ ഞാൻ മിഠായി മേടിച്ച് തരുന്ന, ഞാനത് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. വേണോ? വേണ്ട. എടാ മോനെ, എടാ ഉമേഷ് വിളിച്ചായിരുന്നു. ഇപ്പൊ റബ്ബർ ഷീറ്റിനൊക്കെ നല്ല വിലയുണ്ടല്ലോ. ഇപ്പൊ പടവലത്ത് കുറച്ച് ഷീറ്റ് കിടപ്പുണ്ട്, അത് കൊണ്ടുപോയി വിൽക്കണമെന്ന്. വിറ്റേക്കാം. എന്ന് പോണെന്ന് പറ. അത് നാളെ തന്നെ വേണമായിരുന്നു, പക്ഷെ നാളെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പോവല്ലോ.
അത് നീ തന്നെ പോയാൽ ശരിയാവത്തില്ല, ഞാൻ കൂടെ വന്നാലേ പറ്റൂ. അമ്മുമ്മ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ പോകുമ്പോഴേ അമ്മുമ്മയും കൂടെ പോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അതത്രേ ഉള്ളൂ. കൊള്ളാം 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 അമ്മൂമ്മ കൊള്ളാം. ചേച്ചി പറയണേ കേട്ടോണ്ടല്ലേ. അവരുടെ കാര്യം ചെയ്യും, അമ്മൂമ്മേനെ പോയാൽ കൊടുത്താൽ മതി, ഞാൻ വരണില്ല. നമ്മൾ വന്ന് പടവലം 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 എന്ന് വന്ന് നോക്കി നിൽക്കുന്നോണ്ടാണല്ലോ നമുക്കിപ്പോ ഈ ഗതി വന്നത്. വേണ്ട, 6 അക്ഷരം പഠിച്ച് എന്തെങ്കിലും പണിയെടുത്ത് നമ്മൾ കാശുണ്ടായിക്കോളാം, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പോവും. അമ്മുമ്മ, ലച്ചു ഇങ്ങനെ പലതും പറയുന്നത് കേട്ടിട്ട് എന്റെ അളിയനെ ചുമ്മാ അവിശ്വസിക്കാൻ നിൽക്കരുത് കേട്ടോ. സ്നേഹം കാണിച്ചാണോ? ഞാൻ ചേച്ചിയുടെ പോയിട്ട് ഗൾഫ് ഗൾഫ് 5 തവണ പറഞ്ഞു. അങ്ങനെ പറയല്ലോ. എന്താടാ? എന്നാലും ഞാൻ ആലോചിക്കുന്നതേ, ഈ കൊച്ചെന്താ ഈ പിച്ചും പേയും പറയുന്നത് നിർത്താത്തേന്നാ. പനിയൊക്കെ എല്ലാവർക്കും വരുന്നുണ്ട്, പിച്ചും പേയും പറയുകയും ചെയ്യും. പക്ഷെ ഈ കൊച്ചു മാത്രം എന്താ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എന്റെ പൊന്നളിയാ, ഒന്നും പറയണ്ടേ, ഭയങ്കര അലമ്പന്ന്. 2-3 ദിവസമായിട്ട് ഇവിടെ സ്വസ്ഥതയില്ല. ചേച്ചിക്ക് വയ്യ, അത് തന്നെ. പനി എന്തൊരു ആയിരുന്നു ആദ്യം, പിന്നെ അതിപ്പം മാറിയിട്ട് ഭയങ്കര പിച്ചും പെയ്യൊക്കെടാ. ചുമ്മാ അറുപത് കിടന്നിങ്ങനെ സംസാരിക്കുന്നു. ഇവിടെ കിടക്കണം. നീ എന്താ വിളിച്ച? നമ്പർ വരെ വിളിച്ചു. വെച്ചിട്ട് പോടാ അങ്ങനെയാണെങ്കി. ഇവൻ ഓരോ പെമ്പിള്ളേരെ വിളിച്ച് വിളിച്ച് അവരുടെ ജീവിതമൊക്കെ നശിപ്പിക്കും. ചേച്ചി ചേച്ചി എന്തത്? പനിയൊന്നും ഇല്ലല്ലോ ചേച്ചി. എന്താ ചേട്ടാ? എന്തൊക്കെയോ കനന്തരി കിടന്ന് ഉറക്കത്തെ വിളിച്ച് പറയണ. എനിക്ക് തോന്നുന്നതേ ചേച്ചിക്ക് എന്തോ ശക്തി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. ഇറങ്ങി പോടി. എടാ, ഇന്നത്തെ ദിവസം ഒരു വക കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്ന് കഴിക്കുമായിരുന്നെങ്കിൽ ഒരു ഉന്മേഷമൊക്കെ കിട്ടിയേനെ. നമുക്കായിരുന്നു ഈ പ്രശ്നമെങ്കിൽ ചേച്ചി അടി തന്ന് കഴിപ്പിച്ചേ. ഭക്ഷണ കാര്യത്തില് കേശുവല്ലേ മെയിൻ, ബാക്കി എല്ലാം കണക്കാ. കണക്ക് പറയും, നീ എല്ലാത്തിനും കണക്ക് പറയും. എല്ലാവരുടെ വിചാരം ഇവൻ സ്നേഹം കൊണ്ട് ചെയ്യണതാണെന്നാ, പക്ഷെ അല്ല, ഇവൻ കണക്ക് വെക്കും, എല്ലാത്തിനും കണക്ക് വെക്കും. നീ ഇത് എന്തൊക്കെയാ പറയണേ? ഞാൻ കണക്ക് പറഞ്ഞു, എപ്പ കണക്ക് പറഞ്ഞു? മോനെ, വെളിവില്ലാതെ ഓരോന്നൊക്കെ പറയുക, മക്കളത് കാര്യമാക്കണ്ട. എന്നാലും എന്തൊക്കെയാ പറയണേ? അമ്മൂമ്മയ്ക്ക് നല്ല വെളിവുണ്ട്, അതുകൊണ്ടാ പടവലത്തെ പൈസയൊക്കെ പൂഴ്ത്തി വെച്ചേക്കുന്നത്. സൊസൈറ്റിയിലും പാഴൂരും പടവലത്തൊക്കെ ഇഷ്ടം പോലെ പൈസ അമ്മൂമ്മ പൂഴ്ത്തി വെച്ചുണ്ട്. എല്ലാ വരുമാനവും അമ്മൂമ്മ ഒളിപ്പിച്ചു വെച്ചേക്കുക. അവിടെ നിധിയുണ്ട് പടവലത്ത്, പക്ഷെ ആർക്കും കൊടുക്കൂല. എന്റെ ലച്ചു, നീ എന്തൊക്കെയായി പറയുന്നത്? നിധിയോ? പാഴൂര് സൊസൈറ്റി കുറച്ച് പൈസ കിടപ്പുണ്ട്, പിന്നെ കിടക്കുന്ന സ്വർണ്ണമൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൂപ്പം കഷ്ടപ്പെട്ട് പൈസ എല്ലാം ബാങ്കിൽ കൊണ്ടുപോയിടും, അമ്മൂമ്മ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടു പോകും. നീ എന്തന്നെ ഇങ്ങനെ നോക്കുന്നേ? എടാ, സൊസൈറ്റിയിൽ എന്റെ പേര് കുറച്ച് പൈസ കിടപ്പുണ്ട്, പിന്നെ അപ്പൂപ്പന്റെ പേരിലും കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇല്ല. അത് തന്നെയല്ലേ ചേച്ചിയും പറഞ്ഞുള്ളൂ. സിദ്ധോളിയാ, ഇതിന് സംശയിക്കാനൊന്നുമില്ല, ചേച്ചിക്ക് എന്തോ ഒരു ശക്തി ഇട്ടിട്ടുണ്ട്. എന്റെ പൊന്നു വേറൊന്നും മിണ്ടാണ്ടിരുന്നേ. ഇവിടെ മര്യാദക്ക് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ആർക്കും പിടിക്കണില്ല, അപ്പോഴേ ഇനി ശക്തിയും കൂടെ കിട്ടിയിട്ട്. അയ്യോ, ഇവനിപ്പോ ആരെയും പിടിക്കൂല. ഇവന്റെ ആഗ്രഹം എന്നെ ഉപേക്ഷിച്ചിട്ട് ഒരു കോടീശ്വരീനെ കെട്ടണമെന്നാ. ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. ലച്ചൂസേ, നീ എന്തൊക്കെയാ പറയണേ? ഞാനങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, സത്യം. അളിയാ, ഇനിയും നമ്മൾ നോക്കുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വെറുതെ വായിരിക്കുന്നൊക്കെ കേൾക്കേണ്ടി വരും. തൂക്കിക്കോ. ഇനി എന്തിനാണ് പറയണെന്ന് കേക്കട്ടെ, എന്നിട്ട് നമുക്ക് കൊണ്ടുപോവാ. എടാ, കേട്ടെടുത്തോളം ഒക്കെ മതി, എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ നോക്ക്. എല്ലാരും സൂക്ഷിച്ചോ, അമ്മൂമ്മ ആർക്കും ഒരു തരി സ്വത്ത് പോലും തരത്തില്ല.
എല്ലാം കൊണ്ടുപോകും. എന്നിട്ട് എല്ലാവരും ആശുപത്രിയിൽ പോയി കിടക്കും. ലച്ചു വയ്യാത്തതാണെന്ന് ഞാൻ നോക്കത്തില്ല, അടിച്ച് ശരിയാക്കി കളയും കേട്ടാ. അമ്മൂമ്മയുടെ അക്കൗണ്ടിൽ ഇപ്പൊ എത്ര രൂപ കാണും? അത് അമ്മൂമ്മ അറിയണ്ട, ചേച്ചി പറഞ്ഞോളൂ. ചേച്ചി, ഇപ്പൊ അമ്മൂമ്മയുടെ അക്കൗണ്ടിൽ എത്ര രൂപ കാണും? ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് അത് പോട്ട്. ചേച്ചി സ്വത്തും നിധിയൊക്കെ ഇരിക്കുന്ന സ്ഥലം ഏതാ? അത് പടവലത്തില്ല. പടവലത്ത് അറിയുന്ന അമ്മൂമ്മ അത് മാറ്റി പാഴൂരെവിടെയോ പുഴ കടന്ന തെക്ക് കിഴക്കായിട്ടാ. കൊച്ചു കള്ളി, എല്ലാം പൂഴ്ത്തി വെച്ചേക്കാണല്ലേ. ഞങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് 10 പൈസ കയ്യിലില്ലെന്നങ്ങ് പറയും. ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. ചേട്ടാ, അമ്മൂമ്മ പോയല്ല. മുങ്ങിയതാ. ചേട്ടാ, ശരിക്കും ചേച്ചി പറഞ്ഞൊക്കെ സത്യമാണോ? അല്ലയോ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വരുമോ? അല്ലയാ, ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടേ ഇവിടെ എങ്ങോട്ടാ കൊണ്ടുപോണ്ടെന്നറിയോ? ഒന്നെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത്, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത്. പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ടാ, ഇതുപോലെ മുമ്പ് എപ്പോഴും ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഏയ്, എന്റെ ഓർമ്മയില്ല. ഒന്ന് ഓർത്തു നോക്കി. ഇല്ലല്ലേ? ഇപ്പൊ സൈക്കാട്രി എങ്കിൽ സൈക്കാട്രി തൂക്ക് കൊണ്ടുപോവാ. എന്റെ കൊച്ചുമോളെ എങ്ങോട്ടും കൊണ്ടുപോകണ്ട. ഇങ്ങോട്ട് മാറിയേ മോനെ. ആ തലാണ് അങ്ങോട്ട് പൊക്കി വെച്ചിട്ട് അങ്ങോട്ട് കിടത്തിയേ. അങ്ങോട്ട് കിടത്തടാ, കിടത്ത് നീ. ഓ, എന്നാ പിന്നെ സൂക്ഷിച്ച് ഓക്കെ അല്ലേ? തലാണ് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയോ. മുഖത്ത് വെള്ളം വീണോ? നിന്റെ പിച്ചും പേയും ഒക്കെ പോയോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ ഇങ്ങനെ കിടന്നോണ്ട് പിച്ചും പേയോ അല്ല പറയണ്ടെന്ന്. നിനക്കെന്തോ പറയാനുള്ളത് പറ, ഇനി പറയടി, പറ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു.